വചനം വചനം നീതിയുടെ വചനം ദൈവവചനം ജീവന്റെ വചനം നീതിയുടെ വചനം നീതിയുടെ വചനം. വാത്സല്യമുള്ള എല്ലാ ദൈവമക്കൾക്കും തേജസ്സിൻ്റെ പ്രഭയും മഹത്വത്തിൻ്റെ മുദ്രയുമായ നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. ആദ്യമായി എന്നോടൊരാൾ ഒരു കുടുംബം സാക്ഷ്യം പറഞ്ഞത് ഞാൻ ആദ്യം അവതരിപ്പിക്കാം. അതിനുശേഷം നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും രണ്ടുപേരും അധ്യാപകരാണ്. അവരുടെ പ്രായം, ഭർത്താവിൻ്റെ പ്രായം 102, ഭാര്യയുടെ പ്രായം 97. ഇവർ എല്ലാ മാസത്തിൻ്റെയും 2ഉം 4ഉം തിങ്കളാഴ്ച 1 മണി അതിനായി കാത്തിരിക്കുകയാണ്. കാരണം പവർ വിഷനിൽ ആ സമയത്താണ് നമ്മുടെ മെസ്സേജ് സാധാരണയായി നമ്മൾ പ്രക്ഷേപണം ചെയ്യാറുള്ളത്. എല്ലാ മാസത്തിൻ്റെയും 2ഉം 4ഉം തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക്. അപ്പോൾ അവർ പറഞ്ഞ സാക്ഷ്യം ഇത് മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനായിട്ടാണ് അവർ കാത്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഈ ആയുസ് ഇങ്ങനെ ദീർഘിപ്പിച്ച് തരുന്ന ഈ 2 ആഴ്ച വീതം ആയുസ് ദീർഘിപ്പിച്ച് തരുന്നത് ഈ മെസ്സേജ് കേൾക്കാൻ വേണ്ടിയാണ് എന്നാണ് അവരുടെ സാക്ഷ്യം. എത്ര മനോഹരമായ സാക്ഷ്യം! ഈ പ്രായത്തിലും സത്യവചനം കേൾക്കുവാനുള്ള അവരുടെ താല്പര്യത്തെ നമ്മൾ അങ്ങേയറ്റം അഭിനന്ദിക്കുക ചെയ്യുന്നത്. ഇനി നമ്മുടെ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. ദൈവത്തിൻ്റെ തൃത്വത്തെക്കുറിച്ച് നമ്മൾ ഒരു എപ്പിസോഡ് ചെയ്തതാണ്. എന്നാൽ അന്ന് സമയച്ചുരുക്കത്താൽ അത് പൂർണ്ണമാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. തൃത്വം എന്ന് പറയുന്ന വാക്ക് വാസ്തവത്തിൽ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ട്രിനിറ്റി എന്ന വാക്ക് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ ആരാണ് ആദ്യമായി ഇത് അവതരിപ്പിച്ചത്? AD 200 തർത്തുല്യൻ എന്ന ഒരു ലാറ്റിൻ തിയോളജിയനാണ് ആദ്യമായി ഈ വാക്ക് അവതരിപ്പിക്കുന്നത്. AD 200. അതിനുശേഷം AD 325 നിക്കിയാസ് സുന്നഹദോസ് വിളിച്ചു കൂട്ടുകയുണ്ടായി. അതായത് എല്ലാ സഭാ പ്രതിനിധികളുടെയും ഒരു സുന്നഹദോസാണ്. രാജാവിൻ്റെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം വിളിച്ചു കൂട്ടിയതാണ്. അവിടെ ഇതിനെക്കുറിച്ച്, തൃത്വത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയും ഒടുവിൽ അതെല്ലാ സഭകളും ഏറെക്കുറെ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഒരു 3 ദൈവത്തെയാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വിവാദ വിഷയം. 3 ദൈവങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പരാമർശം. നമ്മുടെ വിവാദ വിഷയം അതാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം തിരുവചനം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ആവർത്തനം 6:4. യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? ദൈവം ഏകനാകുന്നു എന്നുള്ളതിന്. എന്ന് പറഞ്ഞാൽ ഏക സത്യ നിത്യ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന വാക്കുകളെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്?
നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ഞാൻ ചില സ്റ്റേറ്റ്മെൻറ്റ് പറയുകയുണ്ടായി. അതായത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി അത്ര നിസ്സാരമായിട്ടുള്ള ഒന്നല്ല, വളരെ ബൃഹത്തും സങ്കീർണവുമായ പദ്ധതിയാണ്. ആ പദ്ധതി മനുഷ്യന് മനസ്സിലാകത്തക്ക രീതിയിൽ അവതരിപ്പിക്കണമെങ്കിൽ ഈ 3 സ്വത്വങ്ങൾ ആവശ്യമുണ്ട് ദൈവത്തിന്. ഏതൊക്കെ സ്വത്വങ്ങളാണ്? പിതാവ് വേണം, പുത്രൻ വേണം, പരിശുദ്ധാത്മാവ് വേണം. അതിന് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. അതായത് തേജസ് നഷ്ടപ്പെട്ട മനുഷ്യന് അവൻ്റെ തേജസ് വീണ്ടും തിരിച്ചു കൊടുക്കുന്ന പദ്ധതിക്കാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എന്ന് പറയുന്നത്. അതിനായിട്ട് തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ തേജസ് വീണ്ടെടുക്കാനായിട്ട് ഏദൻ തോട്ടത്തിൻ്റെ വെളിയിൽ മനുഷ്യനെ ആക്കി അവന് സ്വാതന്ത്ര്യം കൊടുത്ത് അവൻ്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടിട്ട് അവൻ്റെ സ്വന്തം കഴിവുകൊണ്ട് അവന് ആ തേജസ് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ മനംനൊന്ത് ദൈവം കാലത്തിൻ്റെ സമ്പൂർണതയിൽ ഒരു കാര്യം ചെയ്തു. എന്താണത്? താൻ തന്നെ മനുഷ്യനായി ഇവിടെ വെളിപ്പെടുകയത്രേ. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ മനുഷ്യൻ്റെ രക്തം ചിന്തി വേണം രക്ഷാകര പദ്ധതി പൂർത്തിയാക്കാൻ. രക്തം ചിന്തിയല്ലാതെ പാപമോചനമില്ല. അതിനെക്കുറിച്ച് കഴിഞ്ഞ അതിൻ്റെ കാരണം എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചതാണ്. അങ്ങനെയാണ് രക്ഷാകര പദ്ധതി ദൈവം നടപ്പാക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം, പുത്രൻ മരിച്ചതിന് ശേഷം നിരന്തരം നമ്മോടൊപ്പം വസിക്കാൻ ഒരാൾ വേണം ദൈവമായിട്ട്. അതാരാണ്? അതാണ് പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നത്. പിന്നെ ആദ്യം നമ്മൾ പിതാവും പുത്രനും ആ 2 വിഷയത്തിലേക്ക് കിടക്കാം. പിന്നെ നമുക്ക് പരിശുദ്ധാത്മാവിലേക്ക് കടക്കാം. പിതാവ് പുത്രൻ എന്ന പരാമർശം നിരന്തരമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധരങ്ങളിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. പിതാവ് എന്നേക്കാൾ വലിയവൻ, പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, പിതാവേ ഇവർ ചെയ്യുന്നതിനെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പുത്രനെ അയച്ച ഒരു പിതാവുണ്ട്, അയക്കപ്പെട്ട പുത്രനുമുണ്ട്. ഇതൊക്കെയാണ് ആളുകൾക്ക് സംശയം വരുന്നത്. ഇനിയും ഞാൻ പറയാൻ പോകുന്ന 3 വാക്യങ്ങൾ എപ്പോഴും നമ്മൾ മനസ്സിൽ സ്റ്റോർ ചെയ്യണം. അതായത് ഒന്നാമത്തെ വാക്യം, 1, 2, 3 വാക്യങ്ങൾ ഒന്നിച്ച് നമുക്കത് അങ്ങ് പറയണം. ഒന്നാമത്തെ വാക്യം യോഹന്നാൻ 10:30. രണ്ടാമത്തേത് യോഹന്നാൻ 14:9. മൂന്നാമത്തെ വാക്യം കൊലോസ്യർ 2:9. ആ 3 വാക്യങ്ങൾ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ള ഭാഗം മാത്രം നമുക്കിപ്പോൾ എടുക്കാം. അതായത് യോഹന്നാൻ 10:30, ഞാനും പിതാവും ഒന്നാകുന്നു. യോഹന്നാൻ 14:9. ആദ്യം നമ്മൾ വായിച്ചത് യോഹന്നാൻ 10:30. യോഹന്നാൻ 14:9, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കൊലോസ്യർ 2:9, യേശുവിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ 3 വാക്യങ്ങളുണ്ടെങ്കിൽ എങ്ങനെ പിതാവിനും പുത്രനും രണ്ടായിട്ടിരിക്കാൻ പറ്റും? ആ വാദം അവിടെ വെച്ച് തന്നെ പൊളിയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 3 വാക്യങ്ങൾ നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം വേണം യേശു ക്രിസ്തു പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ ആ വചനങ്ങളെല്ലാം നാം പറയേണ്ടത്. അതായത് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പിതാവ് തന്നെയാണ് പുത്രൻ.
എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നാ? യേശുവിനെ ഒരാൾ കണ്ടാൽ അയാൾ ദൈവത്തെ കണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ പൗലോസ് അപ്പോസ്തലന്റെ വീക്ഷണത്തിൽ യേശു ക്രിസ്തുവിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് 1% പോലും കുറയാതെ പുത്രനിലുമുണ്ട്. അപ്പോൾ പുത്രനാരാ? ദൈവം തന്നെയാണ്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് ഇനി നമുക്ക് വേണ്ടത്? പിതാവായ ദൈവം, പുത്രനായ ദൈവം, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവായ ദൈവം, ഇത് 3 പരാമർശനങ്ങൾ മാത്രമാണ്. ദൈവം ആദ്യം നമ്മൾ വായിച്ചതുപോലെ ഏകൻ തന്നെ, അതിന് യാതൊരു മാറ്റവുമില്ല. കർത്താവ് പറഞ്ഞു പിതാവ് എന്നേക്കാൾ വലിയവൻ. ഈ 3 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. പിതാവ് എന്നേക്കാൾ വലിയവനെന്ന് യേശു ക്രിസ്തു പറഞ്ഞു. അപ്പോൾ ഞാനും പിതാവും ഒന്നാകുന്നു കർത്താവ് പറഞ്ഞു. അപ്പോൾ എന്നേക്കാൾ വലിയവൻ എന്ന് പറഞ്ഞാൽ ആരാ? ഞാനും വലിയവനാണ്, പിതാവും ഒരുപോലെ വലിയവനാണ്. നമ്മൾ ഈ രക്ഷാകര ദൗത്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തു 100% മനുഷ്യനായും യേശു ക്രിസ്തു 100% ദൈവമായും ഉള്ള 2 സത്യങ്ങളാണ്. ഒരേ സമയത്ത് തന്നെ നിൽക്കാൻ കഴിയും. പിതാവ് എന്നേക്കാൾ വലിയവനെന്ന് പറയുമ്പോൾ, അങ്ങനെ പല വാക്യങ്ങൾ പറയുമ്പോൾ, അവിടെ എല്ലാം യേശു ക്രിസ്തു ആരായി നിന്നുകൊണ്ടാണ് പറയുന്നത്? മനുഷ്യനായി നിന്നുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ എന്ന് യേശു ക്രിസ്തു പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു മനുഷ്യനായി എന്നുകൊണ്ടാണ് പറയുന്നത്. മനുഷ്യന്റെ വീക്ഷണത്തിലുള്ളതാണ്. എന്നാൽ യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട് ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതാകുന്നു എന്ന് ദൈവം തന്നെ മനസ്സിലാക്കിയിട്ടാണ് പുത്രനായി ലോകത്തിലേക്ക് അവതരിച്ചത്. വെളിപ്പെട്ടത്, അവതരിച്ചത് എന്നുള്ള വാക്കിനേക്കാൾ ഒന്നുകൂടെ യുക്തിയുക്തമാണ് വെളിപ്പെട്ടത് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ തിരുവചനം പഠിക്കുന്ന അവസരത്തിൽ വേണ്ട വിധത്തിൽ പഠിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള സംശയങ്ങൾ ധാരാളം നമുക്കുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എന്ത് സംശയങ്ങൾ? പിതാവ് വേറെ, പുത്രൻ വേറെ, പരിശുദ്ധാത്മാവ് വേറെ, ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനെ ഇന്ന് മുതൽ ആ ഒരു സംശയം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ? ഈ ഞാൻ പറഞ്ഞ ആ വിശദീകരണം വീണ്ടും വീണ്ടും കേൾക്കണം. ആ വചനങ്ങൾ 3 വചനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അതിനേക്കാൾ അധികം വചനങ്ങളുണ്ട്. ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഒന്നായിരിക്കും, ഇങ്ങനെയൊക്കെ വചനങ്ങളുണ്ട്. അപ്പോൾ അതും എന്താ കാണിക്കുന്നത്? പിതാവും ഞാനും ഒന്ന് തന്നെയാണ്. പിതാവിനുള്ള മഹത്വം മുഴുവൻ യേശു ക്രിസ്തുവിലും ഉണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് ഇനിയും പിതാവും പുത്രനും 2 എന്നുള്ള ഒരു ചിന്ത അടിസ്ഥാനരഹിതമാണ്. എന്ന് പറഞ്ഞാൽ പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പിതാവ്. ഇനി നമുക്ക് പോകേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ കാര്യമാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായത്തിലേക്ക് പോകണം. അതുപോലെ തന്നെ യോവേൽ പുസ്തകത്തിലേക്കും പോകണം. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു പറയുന്നത് എന്താണ്? പിതാവ് തന്ന വാഗ്ദത്തത്തിനായി ശിഷ്യന്മാർ കാത്തിരിക്കണം. ശിഷ്യന്മാരോട് പറഞ്ഞ വാണിംഗ് എന്താണ്? നിങ്ങൾ
ദൈവം തന്ന വാഗ്ദത്തം പ്രാപിക്കാതെ യെരുശലേം വിട്ടു പോകരുത്. കാരണം 3.5 വർഷക്കാലം യേശുക്രിസ്തുവിനോടൊപ്പം നടക്കുകയും യേശുക്രിസ്തുവിനോടൊപ്പം ഭക്ഷണം കഴിക്കുകയും യേശുക്രിസ്തുവിനോടൊപ്പം ജീവിക്കുകയും ചെയ്ത, പ്രവർത്തിക്കുകയും ചെയ്ത ഈ ശിഷ്യന്മാരോട് യേശുക്രിസ്തു പറയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ യെരുശലേം വിട്ടു പോകരുത്. അപ്പോൾ പിതാവ് തന്ന വാഗ്ദത്തം എന്താണ്? പിതാവ് തന്ന വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. അതാണ് യോവേൽ പ്രവചനം 2:28 പറഞ്ഞിരിക്കുന്നത്. അക്കാലത്ത് സകല ജനത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് അയക്കുന്ന കാര്യം അവിടെയാണ് പ്രവചന ശബ്ദത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് കടന്നു വന്നത് എപ്പോഴാണ്? ആ പരിശുദ്ധാത്മാവ് കടന്നു വന്നത് യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്. ഇങ്ങനെയാണ് നാം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആ പ്രവചന ശബ്ദത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രവചന ശബ്ദത്തിൽ യോവേൽ പ്രവാചകൻ ആ സകല ജനത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ആ എൻ്റെ എന്നുള്ളത് അവിടെ അണ്ടർലൈൻ ചെയ്യണം. എൻ്റെ ആത്മാവിനെ പകരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ്. ആ ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അതാണ് കാര്യസ്ഥനായിട്ട് നമ്മളുടെ ഇടയിലേക്ക് കടന്നു വന്നത്. അതിനെ നമ്മൾ പരിശുദ്ധാത്മാവെന്നാണ് പറയുന്നത്. ആ പഴയ വിധത്തിലൊക്കെ നമ്മൾ അതിനെ ആത്മാവെന്നൊക്കെ പറയുള്ളൂ. എന്നാൽ നമ്മൾ അതിനെ യേശു ക്രിസ്തു തന്നെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കാര്യസ്ഥനായി യേശു ക്രിസ്തുവിന് പകരം നമ്മളിൽ തന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ എൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ പരിശുദ്ധാത്മാവാണ് ദൈവമാണെന്ന് അവിടെ തെളിയിച്ചു. എൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ആരുടെ ആത്മാവ്? ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പൊ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവാണെന്ന് അവിടെ തെളിയിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ദൈവമാണെന്ന് നമ്മൾ തെളിയിച്ചു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവും ദൈവമാണെന്ന് ഇവിടെ തെളിയുകയാണ്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റങ്ങളോളം പോയി എൻ്റെ സാക്ഷികൾ ആകും. ഇതാണ് കർത്താവ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കുവാനായിട്ട് സാധ്യമല്ല. ലോകം മുഴുവൻ പോയി സാക്ഷ്യം പറയുവാൻ നമുക്ക് ദൈവം ആ കഴിവ് തരും. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവായി വെളിപ്പെടുന്നതിന് മുമ്പ്, യേശു ക്രിസ്തുവിനോടൊപ്പം മരിക്കുന്നതിന് മുമ്പ്, യേശു ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിച്ച ജീവിച്ച ശിഷ്യന്മാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വെളിപ്പാടുമില്ലായിരുന്നു. അതുകൊണ്ട് ശിഷ്യന്മാരോട് തന്നെ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളെ ഞാൻ എത്ര കാലം സഹിക്കും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ദൈവമാണെന്ന് പോലും അവർ വിശ്വസിച്ചില്ല എന്ന്. അതിനുശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം മാത്രമാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിൻ്റെ അയച്ച പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം മാത്രമാണ് അവർ ലോകം മുഴുവൻ പോയി സാക്ഷ്യം പറയുകയും രക്തസാക്ഷികളായി മരിക്കുന്നതിന് തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്.
അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ആ പരിശുദ്ധാത്മാവ് വന്ന്, ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് യേശു ക്രിസ്തു ആയിട്ട് സ്വർഗാരോഹണം ചെയ്തത്. ഗലീലാ പുരുഷന്മാർ നോക്കി നിന്നു. എന്തോ നോക്കി നിന്നു? യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നത് ഗലീലാ പുരുഷന്മാർ നോക്കി നിന്നു. ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് പോയ യേശു ക്രിസ്തു അവൻ പോയതുപോലെ തന്നെ അതുപോലെ മടങ്ങി വരും. അതാണ് വാഗ്ദത്തം. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്, ദൈവം തന്നെയാണ് എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഇനി ഈ പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത് നമുക്ക് നോക്കാം. പൗലോസ് അപ്പോസ്തലന്റെ ചരിത്രമൊക്കെ നമ്മൾ ഒരിക്കൽ ചിന്തിച്ചതാണ്. അന്ന് സുവിശേഷ ലോകത്ത് ഏറ്റവും വിളങ്ങി നിന്ന, നക്ഷത്രത്തെ പോലെ ജ്വലിച്ചു നിന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്നത്. തൻ്റെ ജ്ഞാനമെന്ന് പറയുന്നത് അഥേനയിലോ ഇലിക്കയിലോ അല്ലെങ്കിൽ അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ എല്ലാ വിഷയങ്ങളിലും ഗവേഷണ ബിരുദമെടുത്ത വ്യക്തിയാണ്. തൻ്റെ ആ അറിവിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് താൻ ആദ്യം പോയത് എങ്ങോട്ടാണ്? ആദ്യം പോയത് അഥേനയിലേക്കാണ്. അഥേനയിൽ ആരാ ഉള്ളത്? അവിടെ ഫിലോസഫർമാരുടെ നാടാണ്, ഏതൻസാണ് ഇന്നത്തെ. അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും സോക്രട്ടീസും ഒക്കെയുള്ള നാടായി. അവിടെയുള്ള എല്ലാവരും ഫിലോസഫർമാര്. അവരുടെ ഇടയിൽ പോയി സുവിശേഷം പറഞ്ഞു, പക്ഷെ വിജയിച്ചില്ല. എന്താ കാരണം? ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ ഉപയോഗിച്ചാണ് താൻ സുവിശേഷം പറഞ്ഞത്. ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ ഇന്നും നമ്മൾ മിക്കവാറും വേദികളിലൊക്കെ കേൾക്കുന്നതാണ്. ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളുടെ വേദികളാണ് മിക്കവാറും നാം കാണുന്നത്. അന്നു മുതൽ പൗലോസ് അപ്പോസ്തലന് ഒരു മാനസാന്തരമുണ്ടായി, ഒരു തിരിച്ചറിവുണ്ടായി. എന്താ തിരിച്ചറിവ്? അതായത് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളോടുകൂടി ഞാൻ ഇനിയും പോകത്തില്ല, എന്നിട്ട് ആത്മാവിന്റെ ശക്തിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് തനിക്ക് വിവരണം ലഭിക്കുന്നത്. 1 കൊരിന്ത്യർ 2:5 കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് താൻ പ്രാപിച്ചതിന് ശേഷം ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്നിൽ വ്യാപരിച്ചു. അതിനുശേഷം തന്നിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുവാൻ തുടങ്ങി. തൻ്റെ ദേഹത്തിടുന്ന റൂമാൽ പോലും എടുത്തുകൊണ്ട് പോയി ആളുകൾ ദേഹത്തിടുമ്പോൾ അവർക്ക് സൗഖ്യം ലഭിക്കാൻ തുടങ്ങി. എന്തിനു ശേഷമായി സംഭവങ്ങളൊക്കെ നടക്കുന്നത്? എന്തെല്ലാം അത്ഭുതങ്ങൾ പൗലോസ് അപ്പോസ്തലൻ ചെയ്തു. പൗലോസ് അപ്പോസ്തലൻ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ അത്ഭുതങ്ങളൊക്കെ പൗലോസ് അപ്പോസ്തലൻ ചെയ്യാനുള്ള കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവ് തന്നിൽ വ്യാപരിക്കാൻ തുടങ്ങി. ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളോട് താൻ യാത്ര പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്ത് പറഞ്ഞു? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ, ദൈവം വാഗ്ദത്തം ചെയ്തതിനെ പ്രാപിക്കാതെ നിങ്ങൾ എങ്ങോട്ടും പോകണ്ട, സുവിശേഷം പറയാൻ ഒരു പ്രയോജനവുമില്ല. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ സുവിശേഷം പറയുവാനായി ഇറങ്ങേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര മനോഹരമായ ഒരു തിരിച്ചറിവാണ് അത്. നമ്മൾ ഓർക്കണം. ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളോട് നമുക്ക് യാത്ര പറയാം. പരിശുദ്ധാത്മാവിന്റെ പവറിലേക്ക് നമുക്ക് കയറാം. ദ സ്പിരിറ്റ് ഓഫ് ഹോളി, ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്.
അതിലേക്ക് നമുക്ക് കയറണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിനെ സാക്ഷിപ്പാൻ തക്കവണ്ണം, ലോകത്തെങ്ങും പോയി സുവിശേഷം പറയുവാൻ തക്കവണ്ണം ദൈവം തന്നെ മക്കൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വെച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവവചനം, ജീവന്റെ വചനം, നീ